വെൽക്കം ബാക്ക് ടു വീട്ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഗോവിന്ദൻ വന്നതിന് ശേഷം നമ്മൾ ഒരു ഗോവിന്ദന്റെ പൊതുവിജ്ഞാന നോളജ് എത്രത്തോളം ബുദ്ധിമാനാണ്, എത്രത്തോളം ഞാൻ മണ്ടനാണ്, ഞാൻ നേരത്തെ അംഗീകരിച്ചു തരാം. കാര്യമില്ലല്ലോ, എത്രത്തോളം മണ്ടനാണെന്ന് കണ്ടുപിടിക്കും. എത്രത്തോളം മണ്ടനാണ്, എത്രത്തോളം ലെവൽ ഉണ്ടെന്ന് നമുക്ക് ഇന്ന് കണ്ടറിയാം. ചലഞ്ച് ഗോവിന്ദന്റെ മണ്ടത്തരങ്ങൾ എത്ര കണ്ടുപിടിക്കണം. പറയുന്നുള്ള ഭയങ്കര ബുദ്ധിമാൻ ബ്രോ, ഭയങ്കര ബുദ്ധിമാനാണോ ബ്രോ? ഭയങ്കര ബുദ്ധിമാനാണോ ബ്രോ? സീരിയസോട് ചോദ്യം വേണ്ട, സീനിയേഴ്സ് ചോദ്യം വേണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് അപ്പുറം കാട്ടി കിടക്കും. വെയിറ്റിംഗ് ഭയങ്കര സ്ട്രെങ്ത് ബ്രോയ്ക്ക്. പുതിയ മാലയൊക്കെ ഷൂ അറ്റത്ത് തൂക്കി കിടക്കുന്നേ ബ്രോ. ഞാനെ കെട്ടി കൊടുത്ത്. അപ്പൊ കല്യാണം കഴിഞ്ഞ ഞങ്ങളെ ഇവര് കല്യാണം കഴിയുന്നത് കാണിക്കണേ ഇവരെ. എനിക്ക് കൊളുത്തിടാൻ പറ്റാത്തപ്പോ കൊളുത്തിടാൻ വേണ്ടി ഒന്ന് സഹായിച്ചു തന്നെ. ചലഞ്ചിലേക്ക് വീഡിയോ ലൈക്ക് അടിക്കാൻ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് പോരട്ടെ. ബ്രോ ഇത് ജയിക്കോ? ബ്രോ ജയിക്കോ? ഒരു ചലഞ്ചെങ്കിലും ജയിക്കത്തില്ല ബ്രോ. ഞാൻ ജയിച്ചാൽ മറ്റേ നേരത്തെ ആരെ കല്യാണം പറഞ്ഞാൽ നമുക്കറിയാം. ക്വസ്റ്റ്യൻ ചോദിക്കാം. കല്യാണത്തിന് കണ്ടുള്ള Which grows the faster? Fingernails, toenails, hair. A. Fingernails. B. Toenails. ഹെയർ. തർക്കൊന്നുമില്ലേ? തർക്കമൊന്നുമില്ല. ഫിംഗർനെയിൽസ് ആണ് ആദ്യം ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. ആ എന്താ മുടിയാണോ ഇയാളുടെ? അങ്ങനെയൊന്നുമില്ല. ആണോ? ഞാൻ പറയാം കറക്റ്റ് ആയിട്ട് എത്തി തർക്കിക്കാൻ. ആദ്യം പെട്ടെന്ന് വളരുന്നല്ലേ ചോദിച്ചത്? കാരണം ഡോമിന്റെ ഒക്കെ നീല് വളരണ കാണണം. മരം പോലെ വളർന്നിരിക്കുന്നത് നാളെ വെട്ടാത്ത കാരണം കൊണ്ടാ അല്ല. അതെ. Answer hair. പക്ഷെ എന്നിട്ട് ഈ ബ്രോയ്ക്കെന്താ വളരാതെ? ബ്രോ ഇപ്പൊ പ്ലാന്റേഷൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. എനിക്ക് ലോങ് ഹെയർ ഷോർട്ട് ഇല്ല ഉണ്ടായിരുന്നു, അത് നിർത്തി, വേണ്ടത് വെച്ചു. പ്രൈം ഇവിടത്തെ കൂടെ ഹെയർ ആണ്. അതോടെ ഉണ്ടായിരുന്ന കാലം മുടി വെട്ടിയിട്ട് കട്ടപ്പ ആ കാലില്ല അല്ലേ? ബ്രോ വേറെ കാര്യമുണ്ട്. ഇവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ നമുക്കുണ്ട്, ഇവിടെ ഇല്ല. വലിയ വ്യത്യാസം. അല്ല അത് കുഴപ്പമില്ല, കാരണം നിങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ അമ്മാമാരായി. മമ്മൂട്ടിയുടെയും കേസ് പറയാൻ നിൽക്കണ്ടോ? മമ്മൂട്ടിയാ? മമ്മൂട്ടിയുടെ കേസ്. ആ മമ്മൂട്ടി. ബ്രോ സങ്കടമുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം ഹെയർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. What does C represent in Albert Einstein square? സെൽഷ്യസ്. Speed of light. C. സിയാ? ബി 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 ബി. E equals to MC. E equal to MC square. അതാണ് ഫേമസ് ഇക്വേഷൻ ആണ് അത്. എന്താണ് നിൽക്കുന്നത്? അത് സ്പീഡ് ഓഫ് ലൈറ്റ് തന്നെ. ഉറപ്പാ? എന്താ ഇക്വേഷൻ എന്താണ്? E equal to MC square. അതെന്താ ഇക്വേഷൻ എന്തിനാണ് ഇത് വരുന്നത് ചോദിക്കാം. അത് ബി എന്ത് പറ. അത് ഇതൊക്കെയാണ് ഈ സ്പേസും ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ലൈറ്റ് ആണോ ചൂടാണോ ഉദ്ദേശിക്കുന്നത്? അതൊന്നല്ല, അത് സ്പീഡിന്റെ എന്ത് സംഭവമാണ്. ആണോ? വെലോസിറ്റിയും പിന്നെ എനിക്കറിയത്തില്ല, ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടില്ല. കെമിസ്ട്രി എന്നല്ല, അത് സയൻസ്. ആദ്യം ആരെ കൈമുക്കി പറഞ്ഞേ? കെമിസ്ട്രി അല്ലത്, സയൻസ്. അത് ഇത് സയൻസ് ആണോ? ഫിസിക്സ് ആണ്. ഈക്വൽ ടു സ്ക്വയർ ഫിസിക്സ് ആണ്. സത്യം എനിക്കറിയാവുന്ന പുള്ളി, എനിക്ക് പരിചയമുള്ള. ഏത് പുള്ളിനെ? പുള്ളിയതാ ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ. അത് എനിക്കറിയാം, പുള്ളി എനിക്കറിയാം. അല്ല, ഇത് വെലോസിറ്റി കൊണ്ട് ഓർക്കം വെച്ചിട്ടുള്ള സംഭവങ്ങളല്ലേ? ബ്രോ സയൻസ് അല്ലേ പഠിച്ചേ? ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അതിന്റെ ബ്രോ ഏതായിരുന്നു? സയൻസാ. അല്ല ഇത് പിന്നെ ചോദിക്കുക വേണ്ട, ഇതിനൊന്നും സയൻസിന് പോലും വേണ്ടാത്ത സയൻസ് ഓപ്ഷൻസ് എന്നിട്ട് പോലും ഇത് സയൻസിലായിട്ട് പോലും ബ്രോക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ബ്രോ പഠിപ്പിച്ചില്ല ടീച്ചർ. സ്കൂൾ ഏതാടാ? എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആകെ ഇഷ്ടമുണ്ടായിരുന്നു IT മാത്സും. 10ാം ക്ലാസ്സിലത്തെ 9ാം ചാപ്റ്റർ അല്ലേ? IT മാത്സ് മാത്രമേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ.
ബ്രോ വരച്ചിട്ടുണ്ടോ ഒരു അതിനകത്ത്? ബ്രോ 8ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചല്ല 10ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞു. അടുത്ത 8ാം ക്ലാസ്സിൽ നിന്ന് എന്നോട് അടുത്ത പറ. 8ാം ക്ലാസ്സിലാ? ആ ഇയാൾ 8ാം ക്ലാസ്സിൽ ഞാൻ 10ാം ക്ലാസ്സിലത്തെ 8ാമത്തെ ചാപ്റ്ററിന് അടുത്ത ഇയാൾ എന്തൊരു കൺവേർട്ടർ ആണോ? കൺവിൻസിംഗ് സ്റ്റാർ. അടുത്ത പറട്ടെ. നെക്സ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് കഴിച്ച ഫുഡ് എന്തായിരിക്കും? പാല് പാലി ആണല്ലേ? മുലപ്പാല് ജ്യൂസ് കുടിച്ച മുലപ്പാല് തന്നെ കേട്ടല്ലേ? Breast milk. ഓ പരിഷ്കാരം. വാട്ട് വാസ് ദി ഫസ്റ്റ് ഫുഡ് ഈറ്റൻ ഓൺ ദി മൂൺ? മൂണിൽ ആദ്യം കഴിച്ച ഫുഡ് ഏതാണ്? എ ബേക്കൺ, ബി ടൊമാറ്റോ സൂപ്പ്, സി ഫ്രൈ. ബേക്കൺ. ബേക്കൺ. ബേക്കറി മീറ്റുകൾ അടങ്ങിയതാണ് മണ്ട. പിന്നെ കൈ പൊക്കി എന്തിനാ? റൈസോ? ഫ്രൈസ് ഫ്രൈസ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ അകത്തൊക്കെ മറ്റേ തീ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും? എനിക്ക് അറിഞ്ഞോളാം. ഞാൻ ചോദിച്ചാ ഇപ്പൊ ടൊമാറ്റോ സൂപ്പ് എങ്ങനെയാ? സൂപ്പ് എന്ന് പറയുമ്പോ ചൂടാവണം. എടാ ടൊമാറ്റോ സൂപ്പ് പറ്റും സ്പൈസിൽ കേട്ടാ. ഏതാ പറഞ്ഞേ? ടൊമാറ്റോ സൂപ്പ്. ടൊമാറ്റോ സോസ് അല്ല, സൂപ്പ് സൂപ്പാണ്. അതായിരിക്കും മേ ബി. ടൊമാറ്റോ സൂപ്പ് ആയിരിക്കും മേ ബി. എന്താ പറഞ്ഞില്ല? ചിക്കൻ ചുപ്പ്. അതെന്തിനു കൈ പിടിച്ചോണ്ടിരിക്കുന്നത്? നമ്മൾ അന്ന് കഴിച്ച ബ്രെഡ് അല്ലേ ഇത്? ആ അതല്ലേ ബേക്കൺ? അതല്ലേ താനോ? ആ ബേക്കൺ അതാണ്. ബേക്കൺ കഴിഞ്ഞ മറ്റേ ചലഞ്ച് ബേക്കന്ന് പറഞ്ഞ ഇത്ര ഉണ്ടാവുള്ളത് മറ്റേ മീറ്റിന്റെ ഒരു പീസാണ്. മീറ്റ് ഡ്രൈ ആക്കി വെച്ച സംഭവം. അതെ. അപ്പൊ എങ്ങനെയാ അത് സെറ്റ് ആക്കുന്നത്? വെള്ളത്തിലിട്ടോ? അല്ലതോ അത് അവിടെ പോയി ചോദിക്കണം. അത് ബ്രോ പറഞ്ഞു. അടുത്തത് പറയാം. എനിക്ക് ജയിക്കണം, എനിക്ക് ഈ കളി ജയിക്കണം ബ്രോ. അത് ഓൾറെഡി ഉണക്കിയ സാധനത്. എന്താ അത് മനസ്സിലായി. ഓക്കെ അത് മനസ്സിലായി. അപ്പൊ അവിടെ ചെന്നിട്ട് എങ്ങനെയായിരിക്കും അത് കഴിക്കുന്നത്? വെള്ളത്തിൽ അകത്തിരുന്നിട്ട് കഴിക്കുന്നതാ. മൂന്നില് ലാൻഡ് ചെയ്തിട്ട് അവിടെ ചുമ്മാ കഴിക്കാൻ പറ്റും? അത് പൊട്ടിച്ച് അല്ല പക്ഷെ വേറെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ല, ഇങ്ങനെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ പറയട്ടെ, അവിടെ നിന്ന് വെച്ചാൽ എങ്ങനെ കഴിക്കാൻ പറ്റും? ഊര് ചത്തു പോകത്തില്ലേ? അതിന്റെ ഉള്ളിലടാ ഞാൻ ചോദിച്ചാൽ വെള്ളത്തിലിട്ട് ഇനി കുതിർത്തോ അങ്ങനെ ചൂടുവെള്ളത്തിലിട്ടോ വേണോന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കാര്യം പറ്റും മൂളിൽ പോയി കഴിച്ചെന്നല്ലേ പറഞ്ഞത്. നമ്മളെ മറ്റേ കപ്പ് നൂഡിൽസിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് മറ്റേ ഇതാവൂല, സെറ്റ് ആവൂല. അതുപോലെ കിഴങ്ങ് എന്ത് പറഞ്ഞു മൂളിൽ പോയി എങ്ങനെ കഴിക്കാൻ പറ്റും? ആ ഹെൽമെറ്റ് കുരുമോടെ ശ്വാസം കിട്ടത്തില്ലല്ലോ. ഇതിന്റെ അകത്ത് ഹെൽമെറ്റ് വേണ്ടേ? ഇവിടെ മൂളിൽ പോയി കഴിച്ച കാര്യം പറഞ്ഞേ. ഹെൽമെറ്റ് അകത്ത് വെച്ചിട്ട് കഴിച്ചൂടെ? കഴിക്കാൻ പറ്റത്തില്ല. റോക്കറ്റിന്റെ അകത്ത് സാധനം വേണ്ടതേ. അതിന് റോക്കറ്റിനകത്തല്ല, മൂണിൽ ഇരുന്ന് കഴിച്ചെന്നാ പറഞ്ഞത്. മൂണിന്റെ അകത്ത് റോക്കറ്റ് വെക്കാതെ ശരിയാണല്ലോ. ഇപ്പൊ വീടിന്റെ അകത്ത് ഇരിക്കുന്നത്. ഇപ്പൊ ഇയാൾ ഭൂമിയിലല്ലേ? എന്നെ കൂടെ കേട്ടല്ല. എല്ലാം അപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു മണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അതാ നല്ലത്. ബ്രോ ശരിക്കും മണ്ടനായ തിരിച്ചു വിട്ടിപ്പോ മണ്ടനാക്കിയതില്ലേ? ആരോടെ കൺവിൻസ് ചെയ്യുന്നത്? ബ്രോഡ് അത്ര എന്തായാലും ആയിട്ടില്ല കേട്ടാ. ബ്രോ അങ്ങനെ കൺവിൻസ് ചെയ്ത് ബ്രോ അങ്ങോട്ട് തലത്തിലേക്ക് വെക്കില്ല കേട്ടല്ല. അയ്യോടി അതിനകത്ത് ഒരു കൺവിൻസിങ്. Which organ is the largest? Heart, brain, skin. ബ്രെയിൻ. സ്കിൻ. അയ്യോ സ്കിൻ. എടാ സ്കിൻ ഓർഗൻ അല്ല മണ്ട. സ്കിൻ ഓർഗൻ അല്ലേ? പിന്നെ പറ. സ്കിൻ ഓർഗൻ അല്ല. സ്കിൻ ഓർഗൻ അല്ല. ഉത്തരം നോക്കിയോ? സ്കിൻ എങ്ങനെയാ? സ്കിൻ സെൻസ് ചെയ്യുന്ന ആളാ. സ്കിൻ ഓർഗൻ. കണ്ണ്, മൂക്ക്, നാക്ക്, സ്കിൻ. ഹാർട്ട്. എന്ത് സെൻസറി ഓർഗൻ പറഞ്ഞില്ല? സെൻസറി ഓർഗൻ. എന്ത് ഓർഗൻ അല്ലേ? ഏറ്റവും വലുത് സ്കിന്നാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയും കുത്തി മുട്ട അടിച്ച് പുള്ളിയും കുത്തി വൈകിയത് ഞാൻ എടപ്പള്ളി വരെ Which organ ആണ് ചോദിച്ചത്. അപ്പൊ സ്കിന്ന് ഓർഗൻ ആണ്. ഞാൻ സ്കിന്ന് പറഞ്ഞിട്ട് ഇതിനകത്തിരിക്കുന്ന കളിമണ്ണല്ല. പിന്നെ എന്തിട്ടാ റോനെ പോലെ ആട്ടും കാട്ട. കല്ലുമ്മക്കായാണോ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇപ്പൊ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 0, ചക്രമേമിക്ക് 0 ആൻഡ് ഗോവിന്ദന് -4 ഗൈസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. ലോകത്തിലെ 8ാമത്തെ മഹാത്ഭുതം എന്താണെന്നറിയാമോ? അത്ഭുതമുള്ളൂ. ഇടുക്കിയിൽ ജനിച്ച അത്ഭുതമല്ല, അബദ്ധമാ. എന്ത് അവതാര പിറവിയുടെ രൗദ്ര പ്രാവാണ് ഇവൻ. ഓപ്ഷൻ How many wonders of the world are there? 7. 7.
ഇയാൾ എത്ര പറഞ്ഞ 7 ഹൗ മെനി ബ്രോ പൊന്നിട്ട് കഴിഞ്ഞാൽ 3 സെക്കൻഡുള്ള പറയണം കേട്ടോ. ഇതെന്താ ഇത് ക്വസ്റ്റ്യൻ എത്ര ഉണ്ടെന്നല്ലേ ചോദിച്ചാണ് ഇപ്പൊ ചുമ്മാ അങ്ങനെയല്ലോ ഏട്ടാമത്തെ ഏതാണല്ലോ ചോദിച്ചത് ബ്രോ അതൊക്കെ അവിടെ നിന്നൊക്കെ ഉണ്ടോ ക്രൂ എന്തിനാണോ അത് ഇങ്ങനെ ഞാൻ നിങ്ങളോട് വെറുതെ ചോദിച്ചതാ. ആ ഞാൻ ഇത് മറ്റേ മമ്മീനെ നോക്കിക്കൊണ്ടിരിക്കുക നോക്കിക്കൊണ്ടിരിക്കുക ബ്രോ കിളിയാ ബ്രോ അതിന്റെ ഉള്ളിലത്തെ മമ്മീനെ വരെ കണ്ട. അയ്യോ കണ്ണിന്റെ ഞാന്ന് പറയാനൊന്നുമില്ല അതിനകത്ത് ഏഴെണ്ണുള്ളെന്ന് പറഞ്ഞില്ലേ ഇയാള് പിന്നെന്തിനാ ഞാൻ അതിന് കുഴപ്പപ്പെടുത്തണേ ചോദിക്കാണ്ടത് എവിടെ ഇരിക്കുന്നുണ്ടില്ലേ അബദ്ധമല്ല ഉണ്ട്. അബദ്ധമല്ല ചോദിച്ചത് കേട്ടാ. 8ാമത്തെയാണ്. ഞാൻ എന്താ പറയണോ ഞാൻ മണ്ടറല്ലടോ ഇയാളെ പോലെ ഇനി ഇതും കേട്ടിട്ട് ഞാൻ 8 എന്ന് പറയാനായിട്ട് Correct answer, 7 എന്തോ അല്ലേ അപ്പൊ ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞോണ്ട് എനിക്ക് മൈനസ് ഉണ്ടോ? അത് ഇവിടെ നടക്കൂല ബ്രോ വേറെ പ്ലസ് ഇല്ല മൈനസും ഇല്ല എനിക്ക്. ബ്രോയ്ക്കൊന്നുമില്ല ബ്രോ പറയുന്നില്ലായിരുന്നു എന്തിനാ പറഞ്ഞ വെറുതെ ഇപ്പൊ തെറ്റിയാണെങ്കിൽ മൈനസ് കിട്ടിയാനെ What is pirate also known as? ഫൂൾസ് ഗോൾഡ് Fool's gold. ഓപ്ഷൻ സി ക്യൂസിൽവർ. Quicksilver. എന്നാ കോൺക്രീറ്റാ ബി കോൺക്രീറ്റ്. അതുകൊണ്ട് കോൺക്രീറ്റ് പറഞ്ഞു. കോൺക്രീറ്റ് വേറെ ഓപ്ഷൻ ഇല്ല അത് മാത്രമേ എല്ലാരും പറഞ്ഞു എനിക്ക് പറയാണ്ടിരിക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇപ്പൊ ടോപ്പ് അതുകൊണ്ടാ. ഒരു പോയിന്റ് അല്ലേ ഭയങ്കര അതിപ്പോ മൈനസ് ആട്ടെ ഞാൻ ഇതാ കണ്ടില്ല പൈറേറ്റ്സ് എന്താണ് കടലിൽ ചെയ്യുന്നത് അത് പൈറേറ്റ്സ് ഇത് പൈറേറ്റ് എഴുതാനും വായിക്കാൻ അറിയില്ലേ എങ്ങനെ സാധിക്കും ബ്രോ? പൈറേറ്റുകാർ എന്തിട്ട് പൈററ്റുകാരെ കൊള്ളടിക്കും. അതല്ല അങ്ങനെയല്ലടോ ഫൂൾസ് ഗോൾഡ് അവര് പൈററ്റ് കൊള്ളയടിക്കല്ലേ ചെയ്യുന്നത് കൊള്ളടിക്കുക. അത് അപ്പൊ സാധാരണക്കാരെ സാധാരണക്കാരെ അതവര് ഫൂൾസ് ആണോ? ഫൂൾസ് ഗോൾഡ് എന്ത്? ഫുൾസ് ഗോൾഡ് ആ ഫൂൾഡുകളുടെ സ്വർണ്ണ അങ്ങനെ അറിയപ്പെടുന്ന പേരെന്നാ പറഞ്ഞേ അങ്ങനെ എവിടെ അറിയപ്പെട്ടേക്കുന്നത്? അപ്പൊ അങ്ങനെ അറിയപ്പെടുന്നുണ്ടാവും ഇങ്ങനെ ഉത്തരം പറഞ്ഞേ ആരാ ഉത്തരം പറഞ്ഞേ ശരി ആരും പറയട്ടെ അത് പറയട്ടെ. ഞാനാ പറഞ്ഞേ ഇപ്പൊ ആരാ ഫൂള് ഇപ്പൊ ആരും നോക്കട്ടെ ശരിയാണോ? ഞാനാ ഉത്തരം പറഞ്ഞേ ഇപ്പൊ ആരാ ഫൂള് ഇപ്പൊ ഞാൻ ഫുൾ മറ്റേതാ പറഞ്ഞിട്ടില്ല കാണിച്ചില്ല കാണിച്ചില്ല ചക്കയാൾക്ക് കാണിച്ചേ കാണിച്ചായിരുന്നു. കാണിച്ച് നീ നോക്കിയില്ല കണ്ടായിരുന്നോ അത് കണ്ടിട്ട് ഞാൻ ഇവിടെ താളം വിട്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ എന്നെ കൂടെ പറഞ്ഞിട്ട് കാണിക്കാം ഇങ്ങനെ പുഴുങ്ങത്തില്ലായിരുന്നു. അവരുദ്ദേശിച്ചേ പൈററ്റ് അവന്മാര് കൊള്ളടിക്കുന്ന ഗോളെല്ലാം കൊണ്ട് അപ്പൊ ഫുൾസ് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചാ കാരണം ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചപ്പോ പൈററ്റിനാ വായിച്ചത് നീ കണ്ടില്ലേ നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ എവിടെയുള്ളത്? തലയില് കഷത്ത് തലയിലല്ലേ? ഇയാളുടെ കുണ്ടിയില അയ്യേ Okay, where is a shrimp's heart located? Head, ഞാൻ പറയാം body, ഞാൻ പറയാം tail. Tail. പറഞ്ഞില്ലേ ബോഡിയില് Heart on. Body ja? ഹെഡ്. Head. കാണിച്ചോ Tail എന്ന് പറഞ്ഞത്. വാലിലാണ് ഇതിന്റെ ഞാൻ ടൈലില് കണ്ടിട്ടില്ല. ഞാൻ ഇതാണ് കഴിച്ചിട്ടുള്ളതാ. ഇതിന്റെ വാലിലാണ് വായിക്കാത്ത ഇതിന്റെ വായിലാണ്. നിന്റെ ഹാർട്ട് നീ കഴിച്ചിട്ടുണ്ടാ? അല്ല ഇല്ല അത് കഴിച്ചിട്ടില്ല. അല്ല വാലില് കഴിച്ചിട്ട് വാലിലില്ലല്ലോ. ഹേർട്ടില്ല നോ ഇപ്പൊ പറയാൻ പോണ ഉത്തരം അല്ലേ ഇപ്പൊ ഡി വരും. ഹാർട്ടല്ല ബ്രെയിൻ അല്ലേ എവിടെയാന്ന് Brain. തലയില് നീ പറഞ്ഞത് ഇയാളപ്പൊ ചോദിച്ചില്ലേ ബ്രെയിൻ എവിടെയാ നിങ്ങളുടെ അപ്പൊ ഞാൻ വിചാരിച്ച അതായിരിക്കും കൺഫ്യൂഷൻ ആക്കണ ഇതുണ്ടല്ലോ ഇത് ടൈല്ല മാറ്റി ഉത്തരം ശരിയാ മാറ്റി കാണുന്നില്ല. എന്താണ് കോൺഫിഡൻസ് എന്റെ ടൈലെന്ന് പറഞ്ഞെന്റെ അത് കണ്ടിട്ടുണ്ടേ നിനക്ക് മൈനസ്. സോ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ് സത്യം പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ ഇയാണ് കേട്ടോ നമ്മളാണെങ്കിൽ 0-1 എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി മാറി നിൽക്കുക ബ്രോ അങ്ങനെ നിൽക്കുന്ന എല്ലാ ഉത്തരം അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിന് മാർക്ക് ഉണ്ട്. അത് എല്ലാത്തിനും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മൈനസ് നിങ്ങൾക്ക് ആർക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ഇവിടെ ആർക്കാ? നമ്മളെല്ലാം ആ മൈനസ് മാറ്റിയാലോ? ബ്രോയ്ക്ക് വാ കേട്ട്. ഞാൻ മൈനസ് നോക്കാറില്ല. ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ? അറിയാം കാക്കത്തൊള്ളായിരം.
എത്ര മിനിറ്റിൽ എത്തി കാക്ക 900? എത്ര മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസവും 65 മിനിറ്റ്. ഒരു ദിവസമോ? അല്ല, ഒരു ദിവസം കൊണ്ട് ഇയാള് സൂര്യനിലേക്ക് ഇല്ല, എത്തുവോ? ഒരു മാസം എടുക്കും. അപ്പൊ മണ്ട, സൂര്യനിലേക്ക് ഒരാൾക്ക് പോലും എത്താൻ പറ്റത്തില്ല. അത് ശരിയാണ്. മണ്ടനാണ് ഇയാള്. എന്തൊരു എന്നാൽ അല്ല, സൂര്യൻ പോയിട്ടുണ്ട്. ആര് പോയിട്ടുണ്ട്? ആ, പോയിട്ടുണ്ട്. സൂര്യനെ കാണാനല്ലേ മറ്റേ സൂര്യനിൽ ഇറങ്ങിയ ഇറങ്ങി ആ ചൂട് കൊണ്ടി തിരിച്ചു പോയി. അല്ലല്ല, ഒരു ഡ്രസ് ഉണ്ട്, അതിട്ടാ സൂര്യൻ ഇറങ്ങാൻ പറ്റും. ആ ഡ്രസ്സിൽ കയറുന്ന അറിയണല്ലോ. അലൂമിനിയം ഡ്രസ്. അലുമിനിയം അല്ലേ? അപ്പൊ അലുമിനിയം അടുത്തേക്കുണ്ടല്ലോ അൽഫാമാവും. അൽഫാമല്ല, ഉണ്ടാവില്ല, പുക പോലും ഉണ്ടാവില്ല. 1000 കിലോമീറ്റർ വരെ ചൂടാ. 1000 കിലോമീറ്റർ അല്ല, അതിലും ഇത് ചൂടാണ്. സൂര്യനാ ചോദിച്ചല്ലേ? 10,000 കണക്കിന് കോടിക്കണക്കിന് ഇത്രയും കിലോമീറ്റർ അകലേക്കുന്ന നമുക്ക് ഇത്രയും ചൂട് അനുഭവപ്പെടുന്നെങ്കിൽ അതിന്റെ അടുത്തേക്കും എന്തായിരിക്കും? 1000 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. 1000 കിലോമീറ്റർ. അപ്പൊ ചന്ദ്രൻ എങ്ങനെയാ നിക്കുന്നേ? ചന്ദ്രൻ ഉരുകി പോകത്തില്ല, അടുത്തല്ലേ? അല്ലല്ല, നമുക്കും ചന്ദ്രനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചന്ദ്രന് ഇവിടെ, ചന്ദ്രനാണെങ്കിൽ ഇവിടെ സൂര്യൻ. ഇങ്ങനെ കറങ്ങണം. അതിനേക്കാൾ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ ചൂട് കൊള്ളത്തില്ലേ? എങ്ങനെ രണ്ടുപേരും രണ്ട് ദിശയിലെ കറങ്ങണം. അപ്പൊ നേരത്തെ പറഞ്ഞ ഉത്തരം കറക്റ്റ് അല്ലേ? അത് തന്നെ ഇതായി സൂപ്പോടെ ഉണ്ടാകത്തില്ലേ ചൂട് കാരണം? ബുദ്ധിയില്ലാത്തില്ല. ഞാൻ ടെൻഷൻ അടിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. How long does it take the sun's rays to reach Earth? സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കാൻ എത്ര? 8 സെക്കൻഡ്സ്. 8 സെക്കൻഡ്. കറക്റ്റാ. 8 മിനിറ്റ്. ആവാസോട് ബ്രോ, ഇതൊക്കെ കറക്റ്റ് ആയത് എന്റെ. ലൈറ്റിന് എത്ര സ്പീഡുള്ളത് അറിയോ? ആ, അപ്പൊ 8 സെക്കൻഡ്സിന് കുറവാ. 8 സെക്കൻഡ് കൈവക്കും. ഞാൻ ഒക്കി പറയുന്നില്ല. ആരാ കൈവക്കി പറഞ്ഞു? ഞാൻ 8 മിനിറ്റ്, ഇയാൾ 8 സെക്കൻഡ്. ഓക്കെ, ആൻസർ ഈസ് 8 minutes. വീണ്ടും താഴേക്ക്. ബ്രോ ആദ്യം ഒരു ഉത്തരം പറഞ്ഞു ഞാൻ വിചാരിച്ചത്. അതിൽ അങ്ങനെ കിട്ടേ. അല്ല, ഇത്രയും കോടിക്കണക്കിന് കിലോമീറ്റർ അല്ല, അപ്പൊ ഞാൻ അത്രയും വിചാരിച്ചു. ലെറ്റ്സ് ഗോ. What is the Mona Lisa painted on? Mona Lisa കേട്ടിട്ടുണ്ടോ? ആ, ഉണ്ട്, കേട്ടുണ്ട്. ആ പെയിന്റ് വുഡ്. ക്യാൻവാസ്. ക്യാൻവാസ്. വുഡ് ഇതാ ഇവിടെ എത്ര നാളായിട്ട് അത് സെറ്റ് ആക്കിയിരിക്കണ വുഡ് കൂടുതലും ഇത് ആൾക്കാണ്. മിസ്റ്റർ ബിന്നകത്ത് കണ്ടിട്ടില്ലേ ക്യാൻവാസിൽ പഴം വരയ്ക്കുന്നത്? ബ്രോ പേപ്പർ എങ്ങനെ ഉണ്ടാക്കും? പേപ്പർ ഉണ്ടാക്കുന്നത്. പേപ്പർ പിന്നെ ബ്രോ എന്താ ചിരിച്ച? ഒന്നുമില്ല, ഞാൻ ബ്രോന്റെ അറിവുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പക്ഷെ എന്താണെന്നറിയില്ല, അവൻ കറക്റ്റ് പണ്ട് കാലത്ത് പിന്നെ ഇതിനകത്ത് വരയ്ക്കാണ്ട് പേപ്പറൊക്കെ ഇയാളുടെ അമ്മൂമ്മ അത്ര പണ്ടൊന്നല്ല മൊണാലിസ വരച്ചത്. നീ അത് മൊണാലിസ പണ്ടാ വരച്ചേ. പേപ്പർ ഉണ്ടായ കാലഘട്ടത്തില്. പക്ഷെ എന്റെ ഗൂഗിൾ എന്തോ മാറണം, മൊത്തം ഇങ്ങനെ ക്യാൻവന്നൊക്കെ വന്ന ക്യാൻവാസാ. എനിക്ക് ആകെ അറിയാവുന്ന ക്യാൻവാസ് ലെൻസ് ആണ്. എനിക്ക് അല്ലാതെ വേറെ ക്യാൻവാസ്. വാവ്, സൂപ്പർ. ക്യാൻവാസ് ചെയ്യാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊരു 10 ആകണം മൈനസ്. അത് ആക്കണ്ട, ആവുന്നുണ്ട്. ശ്രമിച്ചാ ബ്രോ ഞാൻ ഇതെല്ലാം ചെയ്യിക്കും. ഒന്ന് ശ്രമിച്ചേ. ബ്രോയ്ക്ക് ഫസ്റ്റ് ചാൻസ്. which mosquitoes bite people? പറയട്ടെ അല്ല പറയാ. Only females. ഇനി ബ്രോ പറയാം. ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് രണ്ടും കടിക്കും. ഇതെവിടെയാ കണ്ടത്? only females. ചോര കുടിക്കുന്നതാണ് ഫീമെയിൽസ്, മറ്റേ കടിക്കും. അല്ല ബ്രോ ആദ്യം കണ്ട ഒള്ളി ഫാൻസ് ആയിരിക്കും. ഇത് ബൈറ്റിന്നല്ല എഴുതിയുള്ളൂ. ഫീമെയിൽസ് മാത്രമേ കടിക്കുള്ളൂ. ഇവിടെ ഫീമെയിൽ മാത്രമേ കളിച്ചുള്ളൂ. ചോര കുടിക്കുന്ന ഫീമെയിൽ. അതെങ്ങനെ മനസ്സിലായി ആണാണെന്ന്? അല്ല പെണ്ണ്? അത് ആണാണ്, കാരണം ചോര കുടിച്ചല്ല. പിള്ളേരെല്ലാം ചോര കുടിക്കും. മീൻസ് എനിക്ക് അറിയത്തില്ല. ഓൺലി മീൽസാ ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയത്തില്ല. ആ ബ്രോ അറിയില്ല. ആൻസർ ഈസ് ഓൺലി ഫീമെയിൽസ്. ബ്രോ മൈനസ് കൂടി ഇട്ടേക്കണേ. ബ്രോ അടുത്തെങ്കിലും ബ്രോ ആട്ടാ ഫസ്റ്റ് ചാൻസ്. ഇനി ബ്രോ കൈവയ്ക്കല്ലേ? ഇപ്പൊ എങ്ങനെയാ സ്കോർ? 1-1. ഇൻ വിച്ച് മോഡേൺ ഡേ കൺട്രി വാസ് സ്പാർട്ട? ബ്രോ പൊക്കല്ലേ? അല്ല, അവന്റെ കഴിഞ്ഞിട്ട് എനിക്ക് ബ്രോ പറ. ഗ്രീസ്. ഗ്രീസ്. എന്താ പൊക്കണ കൈ പൊക്കിക്കോ, നോക്കി പറഞ്ഞ. അതല്ല, ഗ്രീക്ക് ഗ്രീക്കാ? അല്ല, ഗ്രീസ്. We know bro, everyone knows that. ഗ്രീസ് കറക്റ്റ്. -7. ഓ, ഉത്തരം ശരിയാണ്. ഞാൻ പറഞ്ഞു ശ്രമിക്കട്ടെ. നമ്മൾ നോക്കിയായിരുന്നെങ്കിൽ ഈ പുള്ളി ഏതാ പറയാ വാടിയിലത്തെ സാധനം ഇറ്റലി. എനിക്ക് അറിയാവുന്ന ബ്രോ. ഓ, തേങ്ങ അറിയാവുന്നു. Which hormone is known as the happy hormone? അഡ്രിനാലിൻ. ഡോപ്പമിൻ. Dopamine. എനിക്ക് അത് ഡൗട്ട് ഉണ്ടായിരുന്നു. ഡോപ്പമിൻ ആണോ അഡ്രിനാലിൻ ആണോ? അഡ്രിനാലിൻ അഡ്രിനാലിൻ ഹോർമോണാ. അഡ്രിനാലിൻ ഹോർമോൺ. അത് ഉത്തേജക ഹോർമോൺ, അത് ഹാപ്പി അല്ല. അത്
അഡ്രനാലും മറ്റേത് ഈയിടെ അമ്മാവനെ ലോഡിങ് അഡ്രനാലും അത് തന്നെയല്ലേ? അഡ്രാലും വേറെ ഉത്തേജം അല്ല ഞാൻ ചോദിച്ചതല്ല. ഈ ഫ്രഞ്ച് അടിക്കുമ്പോൾ ഉത്തേജം കിട്ടില്ലേ ബ്രോയ്ക്ക്? അതാ ഞാൻ ചോദിച്ചേ. അതാണോ? അത് അഡ്രനാലിനാണോ ഉണ്ടാവുന്നത്? ഇച്ചിരി മാറി അത് ഏത് ഹോർമോണാ ഉൽപ്പാദിപ്പിക്കണേ? ഡോപ്പമിനാണോ? എനിക്ക് അറിഞ്ഞൂടത്. ഈ മറ്റേ Where did apples originate? Apple originate ചെയ്ത എവിടെയാണ്? കസക്കിസ്ഥാൻ. ഞാൻ പറയുന്നില്ല, അറിയത്തില്ല. Answer is കസാക്കിസ്ഥാൻ. ഒന്നും പറയല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് ഗുരുജി. What is the chemical symbol for gold? Option A, AU. FE. എന്തുകൊണ്ടാ കൊമ്പൻ ചിരിച്ചേ? ആണ് ഉത്തരം. കാരണം നമ്മൾ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാ. ശരിയാ, ഞാൻ പറയുന്നില്ല. ഇതെന്തായാലും ആണ്. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്ന പോലെ വൈറ്റിലേന്ന് വെടപ്പള്ളി വരെ മുട്ട അടിച്ച് പുള്ളിയും കുത്തി നെയ്ക്കടായിട്ട് നടക്കും. നെയ്ക്കട ഉറപ്പാണ്. ഉറപ്പാ. ആണല്ലോ. ഉറപ്പാ. അന്ന് നമ്മൾ കൊറേ പറഞ്ഞു നോക്കണ്ട. ഞാൻ തെറ്റുന്നതൊക്കെ പ്രതീക്ഷിച്ച് ഇവൻ പുള്ളിയൊക്കെ അടിച്ച് തുണിയില്ലാതെ റോട്ടിൽ കൂടെ പോകുന്നതൊക്കെ സങ്കല്പിച്ച ബ്രോ ഒന്നും പറഞ്ഞില്ലല്ലേ? മൈനസ് ഇടല്ലേ? നെക്സ്റ്റ് എന്റെ മാർക്ക് ഒരു പോയിന്റ് കളയാൻ സമ്മതിക്കത്തില്ലേ? ഇല്ല, വിട്ടലിട്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ നെക്സ്റ്റ് In which country? കൈ വെക്കി പറഞ്ഞു. 1, 2, ഇംഗ്ലണ്ട്. 3. Okay, in which country is William Shakespeare's play Hamlet set? ജർമ്മനി. ഇംഗ്ലണ്ട്. ഷേക്സ്പിയർ ഇംഗ്ലണ്ടുകാരനാ, പക്ഷേ എനിക്ക് മാറ്റി പറയാൻ പറ്റും. ഡെൻമാർക്ക്. ഈ പുള്ളി ഇംഗ്ലണ്ടിന്റെ ഒരു വീഡിയോക്കകത്ത് തന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ വീഡിയോയിലാണ് ആള് ഇംഗ്ലണ്ടുകാരനാണ്, പക്ഷെ അതിന്റെ സെറ്റ് അവിടെ ഇല്ല. ബ്രോ ഇംഗ്ലണ്ടല്ലേ പറഞ്ഞേ? Vlogil കണ്ടോ? ബ്രോ ഇംഗ്ലണ്ടാ പറഞ്ഞത്. ഡെൻമാർക്ക്. ആ ഒന്നും പോയി. എനിക്ക് അതില്ല, മനസ്സിലായി. ഞാൻ രണ്ട് ചർച്ച കഴിഞ്ഞപ്പോഴേ മനസ്സിലായി. എനിക്ക് തിന്നാൻ മാത്രം അറിയത്തില്ലേ സത്യമായിട്ട്. അതിലാണെങ്കിൽ ഭാഗ്യവുമില്ല. വിവരമില്ല, ഭാഗ്യമില്ല, ഭാഗ്യമില്ല, ഒന്നുമില്ല. സമ്മതിച്ചല്ല. ഓക്കെ നെക്സ്റ്റ് വൺ. Who is the Greek goddess of victory? കുലുക്കുന്നെന്തിന്? A. Electra. B. Athena. C. Nike. നൈക്ക്. ഡി ബി ബി എന്ത് Athena. ആ Athena god of war ആണ്. അയ്യോ മാറിപ്പോയ കേട്ടോ. തെറ്റിൽ പൊട്ടി കൊണ്ടുപോയി തന്നെ എടുക്കത്തില്ല. ഇലക്ട്ര അറിയാൻ പറയാട്ടാ. ഇലക്ട്ര കൊല്ലും ഞാൻ വേണേ. എന്നിട്ട് ഞങ്ങൾക്ക് അന്തസ്സുണ്ടോ? നെക്സ്റ്റ് വൺ. How many masts did the Titanic have? How many master? കാണിച്ചേ കാണിക്ക്. ബ്രോ ഞാനാണോ? 4. 4. ബ്രോ അത് പൊക്കി പറയണേ. ബ്രോക്ക് മാർക്ക് കിട്ടത്തില്ല. വേണേ 2 പറഞ്ഞോ. 2 പറഞ്ഞു. ചാൻസ് ഇൻ കേസ് കിട്ടിയാൽ പറഞ്ഞില്ലേ ഇനി എന്നിട്ട് 2 പറഞ്ഞോട്ടെ. പാവല്ലേ. ബി 2. നീ എന്തിനാ പറഞ്ഞേ? മറ്റേ സംഭവല്ലേ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ ചതിക്കുന്നില്ല. ഇപ്പൊ അറിയാം ഒരു പുകക്കുഴൽ പോലെ സംഭവമല്ല മസ്ത. അത് 4 ടൈറ്റാനിക്. ഞാൻ പറഞ്ഞു അതെങ്കിലും അതിൽ 4 ടൈറ്റാനിക്കില് സ്നേഹിക്കുന്നവര് ചതിക്കത്തില്ല. ചതിക്കത്തില്ല. ഓ എനിക്ക് മാർക്ക് ഇട. 10 പറഞ്ഞ എനിക്ക് മാർക്ക് ഇട്. ബ്രോ ഇതായിരുന്നല്ലോ അല്ലേ? ബ്രോ ചരിത്രം പറഞ്ഞല്ലേ? -1 2. ബ്രോ വീണ്ടും പറയിലേക്ക് പോയില്ല. ഞാൻ ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 പോയിന്റ്, ജക്കമ്മയ്ക്ക് -1 ആൻഡ് ഗോവിന്ദനെ ഇനി കുതിച്ചു കയറ്റോ കണ്ടോ? നെക്സ്റ്റ് കയറ്റാണോ മൈനസിലേക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How long does it take to hard boil an egg? 3 minutes. ഞാനാ കൈ വെക്കാം ആദ്യം. 3 minutes ഞാനാ പറഞ്ഞത്. അത് വേണമെങ്കിൽ ക്യാമറ നോക്കിയാലും നീ എത്ര? 3 minutes. 3 minutes. അത് ഞാൻ ചെയ്യാ പറഞ്ഞത്. ആണോ? കുഴപ്പമില്ല. 11 minutes. 6 minutes. എന്താ ഉദ്ദേശം?
ആ മറ്റേ ഇത് പുഴുങ്ങാൻ മുട്ട പുഴുങ്ങാൻ അത്ര ടൈം എടുക്കുമല്ലേ? ഇല്ല, ഹാർഡ് ആവാൻ. ഹൗ ലോങ് ഡസ് ഇറ്റ് ഹാർഡ് ബോയിൽഡ് ആവാൻ, നല്ല ബോയിൽഡ് ആവാൻ വേണ്ടി. ഹാർഡ് ആവണമെങ്കിൽ 11 മിനിറ്റ് വേണം. ഇനി കുതിച്ചു കേട്ടോ ബ്രോ. മൈനസ് ഇല്ല, എല്ലാവർക്കും നിങ്ങൾക്ക് മൈനസ് ഇട്ടില്ല കേട്ടോ. അത്രയും ക്വസ്റ്റ്യൻ ഇല്ലെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, അടുത്ത. What color is a black box flight recorder? ഓറഞ്ച് ബി. ബ്ലാക്ക് ഓറഞ്ച് കളറുള്ള ഫ്ലൈറ്റും. വാട്ട് കളർ ഈസ് ബ്ലാക്ക് ബോക്സ്? Black box എന്താണെന്നറിയോ? അകത്തത്തെ ബ്ലാക്ക് ബോക്സ് മറ്റേ ഇതാണ്, മറ്റേ മെഡിസിന്റെ ബോക്സ് ആയിരിക്കും. അല്ല. അത് ഫ്ലൈറ്റിന്റെ പേര്, അതൊരു പ്രത്യേക തരം ഫ്ലൈറ്റ് ആണത്. അടുത്ത മണ്ടനെ. എടാ അതിനകത്ത് എന്താ ബ്ലാക്ക് ബോക്സ് സാധനം ഉണ്ട്, അത് ഏത് കളറിലാണോ ചോദിക്കുന്നത്? ബ്ലാക്ക് ബോക്സ് ശരിക്കും ബ്രോ എന്താ പറഞ്ഞേ? ഓറഞ്ച്. ഓറഞ്ച്. ബ്രോ പറഞ്ഞ ബ്ലാക്ക്. ബ്ലാക്ക്. ആ ഞാൻ പറയുന്നത് റെഡ്. അത് ഓറഞ്ചാ. ബോക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫ്ലൈറ്റിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തോണ്ടേ ഇരിക്കും. ഓറഞ്ച് ആയിരിക്കും. തട്ടയുടെ കറക്കി കുത്തി ചേട്ടാ. ഇതിന്റെ രണ്ട് കളിപ്പിച്ച് ഞാൻ പൊക്കാൻ പോകും. ആദ്യം ഉത്തരം ഞാൻ പറയും. ബെറ്റുണ്ടോ? പറ്റും. ആദ്യം ഉത്തരം ഞാൻ പറയും. What did Roman use as mouthwash? 1 2 Boothrow. വിനേഗർ. Vinegar. ചുമ്മാ എനിക്ക് നല്ല രസമുണ്ട് കാണാൻ. നീര് വെച്ചിട്ട് മൗത്ത് വാഷാ. തിരിച്ചു കയറ്റും. എന്തൊക്കെയാണ് അവിടെ ഒരു കാര്യം പറയട്ടെ ബ്രോ, -5 ഇയാള് -5. അത് ഏറ്റവും കണ്ടുപിടിക്കണേ. How many strings does a violin have? വയലിങ്ങിന് എത്ര സ്ട്രിങ്സ് ഉണ്ടെന്നാ? 4. 4. ഞാൻ എന്തിനാ ഇത് ഇയാള് പറഞ്ഞേ? ഇപ്പൊ ആ തെറ്റ് 4 സ്ട്രിങ്ങേ ഉള്ളൂ. താഴെ ഇരിപ്പില്ല ഒരെണ്ണം. അത് ഉക്കുലേലുവാ, അതില് 4 സ്ട്രിങ് ഉണ്ടാവുള്ളൂ. ഞാൻ 4 പറഞ്ഞു. ബ്രോക്ക് വേണേ മാറ്റി പറ. അപ്പൊ ഇതിന്റെ കൂടുതലുണ്ടോ? അല്ല, അതില് 4. അപ്പൊ പിന്നെ എന്തിനാ എന്നത് മാറ്റി പറഞ്ഞേ? ബ്രോ മാറ്റി പറ. ഉക്കുലേല് ബ്രോ ധൈര്യം മാറ്റി പറ. ബ്രോ ധൈര്യം മാറ്റി പറ. ശരിയാ, 4 ഈ 4 വരലേ കൊള്ളത്തുള്ളൂ. അഞ്ചാമത് വരലില്ലല്ലോ. ഗിറ്റാറാണെങ്കിൽ 6 ഉണ്ടാവും. ആണോ? ഗിത്താറിലാ? 4 ഉള്ളടാ. ഗിത്താർ എന്താണ് സാധനം? ഗിറ്റാർ ഇത് 6 സ്ട്രിങ്സ് ഉണ്ട്. ഉക്കുലേലും 4 സ്ട്രിങ്സ് ഉള്ളൂ. വയലിനും 4 ഉള്ളൂ. ബ്രോക്ക് വേണേ മാറ്റി പറയാൻ അവസരമുണ്ട് കേട്ടോ. ആണല്ലേ? ബ്രോക്ക് 4 ദിവസം അവസരമുണ്ട് കേട്ടോ. ശരിയാണല്ലോ. Electronic guitar. വയലിൻ എന്ന് വെച്ചാൽ മറ്റേ വലിയ സാധനമൊക്കെ ഉണ്ടല്ലോ. വയലിൻ ഈ സാധനടാ. ബ്രോയ്ക്ക് ഞാൻ 4 ഉറച്ചിരിക്കത്തുള്ളൂ. ബ്രോയ്ക്ക് മാറ്റണേ മാറ്റാം. അത്രയില്ല, ചെറുതാണ്. അപ്പൊ മറ്റേ വലിയ സാധനം കുത്തി വെച്ചിട്ടുള്ളതോ? അതെന്തായിരുന്നു? അത് വേറെ സാധനമാണ്. അതും വേറെ സാധനമാണ്. ഏതിങ്ങനെ കുത്തി വെച്ചിട്ടുള്ള വയലിനാ? അത് വയലിൻ തന്നെ എന്തൊക്കെയോ. വയലിൻ തന്നെയല്ലേ? Answer 4. 4. 4. ബ്രോയ്ക്ക് മനസ്സിൽ ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രോ. എനിക്കൊരു പോയിന്റ് ഉണ്ട്. ബാക്ക് ഓൺ ട്രാക്ക്. നെക്സ്റ്റ് What year did Apollo 11 land on 1 2 3. ഞാൻ അവര് പറയട്ടെ. അല്ല പറഞ്ഞു തരുന്നില്ല. 1969. അതെന്താ 69 എടുത്ത്? നല്ല ദിവസം ഉണ്ടായിരുന്നു. പഠിക്കാനുള്ളതല്ലേ ഇതൊക്കെ. കൈവന്ന് വെച്ചാൽ പറയണം, അങ്ങനെയാണ്. അത് ഞാൻ കൈവയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞു. അല്ല പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു 68 68. 68. 1970. അതെന്ത് ബ്രോ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ രണ്ടെണ്ണം അത് പറഞ്ഞില്ലേ? കാണിച്ചാ -4. -4 -4 -1. ബ്രോ ഞാൻ ആദ്യം പറയാം. എനിക്ക് തോറ്റല്ലോ. ഞാൻ ആദ്യം പറയും. മറ്റേ പണ്ടൊക്കെ ആദ്യത്തെ മെമ്മറി കാർഡിൽ എത്ര GB സ്പേസ് ഉണ്ടായിരുന്നു അറിയോ? MBs ആണ്. MB എത്ര MB? 100 MB ഉണ്ട്, 500 MB ഉണ്ടായിരുന്നു. Okay, how much memory did the first AirPods have? iPod Sorry, iPod have 5 GB C. 5 MB. 5 MB. ഞാൻ C ആണ് പറഞ്ഞേ. മണ്ട 5 GB വരലടെ ആയിപ്പോ. 5 GB ഒരിക്കലും വരില്ല. ബ്രോ iPod ബ്രോ iPod iPod ബ്രോ വൈസേ -3 ഇത് -1 ബ്രോ നെഗറ്റീവ് 5 ആയി. ഏറ്റവും വലിയ മണ്ടറെ കണ്ടുപിടിക്കാനുള്ള ചലഞ്ച് അത്. വയസ്സ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എടാ ആദ്യം പറഞ്ഞ് ഞാൻ ജയിക്കും. നിങ്ങളോട് പറയുമ്പോ നിങ്ങളുടെ വെയിറ്റ് പിടിക്കാൻ പോയതുകൊണ്ടോ? നീ എന്നെ കൂടുതൽ മാർക്ക് ജയിച്ചേ. കാണണ്ട. തേങ്ങ. How many keys are there on a standard full piano? പിയാനോ two, അല്ല three. 3 സി ടെൻഷൻ ആകല്ലേ സി. എന്റെ അമ്മേ 88. 68. ഇവിടെ ബേസ് കണ്ട ഭയങ്കര Answer is A അല്ല C. ബ്രോ ഇപ്പൊ സെയിം ആയല്ലോ. സെയിം ആയല്ലോ. ഇവിടെ മൈനസ് ഇട്ടില്ല. അയാള് പറഞ്ഞില്ലല്ലോ ഒന്നും. പറഞ്ഞില്ലല്ലേ. നെക്സ്റ്റ് വൺ. എടോ എനിക്കറിയാമല്ലോ നീ തോക്കാൻ. ബ്രോ ആസിൽ നിന്ന് മാസാവാൻ പോവാണല്ലോ. ബ്രോ അല്ലേ? ബ്രോ മാസിന്ന് ആസു. നെക്സ്റ്റ് വൺ. ഇവനെ വളരാനത് വിളിച്ചുകൂടാ. നെക്സ്റ്റ് വൺ. How many legs does a lobster have? അറിയാം. ആ, പറഞ്ഞോ. 10 സി. അങ്ങനെ എല്ലാം കറക്റ്റ് ആവൂല. ഇല്ല അതാവും. ഇതെനിക്ക് അറിയാവുന്ന 10 എണ്ണം 10 കാലുണ്ടോ? ഉണ്ട് ബ്രോ. 6. എനിക്കിത് നഷ്ടപ്പെടാവുന്നില്ല. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ബ്രോക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനുണ്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ 2 പോയിന്റ് ഡിഫറൻസ് ആവും. ഇതിൽ ഞാൻ പറഞ്ഞേക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബ്രോഡ് മാനിപ്പുലേഷൻ ഇവിടെ നടക്കില്ല. അത് കണ്ട അത്രയും വലുതല്ല 10 എണ്ണം ഉണ്ടോ. അതാണ് കയ്യാണ് ഇത്. കാല് നോക്കി നോക്കി ഇപ്പുറത്ത് 3 കാണാമല്ലോ. അപ്പൊ അപ്പുറത്ത് 3 ഇവിടെ ചെറിയ സാധനം. ആ പെട്ടെന്ന് അവിടെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാറുള്ള യൂട്യൂബിലൊക്കെ. 2 8 2 10. അത് ഇവിടുത്തെ 10 കൂട്ടി നീ. 3 ലെഫ്റ്റ് സൈഡ് നടുക്കുണ്ട്. ബ്രോ അത് സ്പൂണാ. 3 കണ്ണാടാ. 3 ലെഫ്റ്റ് സൈഡ് 3 റൈറ്റ് സൈഡ് ഇത് കണ്ണാ. മുമ്പിൽ 2 ബാക്കി 2. അപ്പൊ 10. ഇതാണ് അത് കയ്യാ. എന്റെ കൂടെ പിടിച്ചു. എനിക്കറിയാവുന്ന മാർക്ക് പോകത്തില്ല. 10 പിടിച്ചു. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ 10 പിടിച്ചു. 8 10 ബ്രോ. ബ്രോ ഞാൻ ചലിക്കുന്നില്ല. ഞാൻ 6 8 അവരിപ്പോ സൂം ചെയ്തപ്പോ ഞാൻ കണ്ടിപ്പോ 4 ആയി. 8 പറ. ഞാൻ പറയത്തില്ല. അത് 10 പറ. ബ്രോ അങ്ങനെ ഞാൻ ബ്രോ പറയത്തില്ല. 10 പറഞ്ഞു. പറയുന്നില്ല. ഈസി ബ്രദർ. എവിടെ ഇവന് എന്റെ മാർക്ക് കളയണത്. സാറ് ബ്രോ ഇത് ഇവിടെ അവിടെ മൈനസ് ഇട്ടേ. ഇപ്പൊ മൈനസ് ഒന്നാക്കിയില്ലേ ഇതിന്റെ. ഓക്കെ എന്റെ ദൈവമേ. Which part of a ഞാൻ platypus ബിൽ is very ബിൽ much? ബിൽ ബിൽ ഞാൻ ബി ലെഗ് ആ സാധനം. അതിന്റെ പേരെന്താ? എക്സ്പൾസ് ആ കറ കാല് പോലെ കൈ ഇരിക്കുന്നത്. എനോമസ്. കൈ പോലെ മൂക്കി. Which part of a platypus is ഞാനായിട്ട് ഓർക്കണ്ട. ടെയിൽ. എന്റെ വാലുണ്ട് ബ്രോ. വാല് അതിൽ കാണിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ചിലപ്പോ വാലാണെങ്കിലോ വാലിൽ കൂടെ ഞാൻ ലെഗ് അതുകൊണ്ട് വാലുണ്ടല്ലേ. എല്ലാം പറഞ്ഞു. ബില്ലെന്ന് പറഞ്ഞാ ഞാൻ ബ്രോ എ പറഞ്ഞ ബി പറഞ്ഞ. മിക്കാറും എന്ത് കാണിച്ചു ബി ആയിരിക്കും മിക്കാറും. കാണിച്ചോ. മാർക്കിംഗ് കൂട്ടി ഷോ കാണേണ്ടി വരും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ബ്രോയും ആസിലോട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ മണ്ടറല്ലായിരുന്നു. കറക്കി കുത്തി ഞാനിങ്ങനെ 10ാം ക്ലാസ് ജയിച്ചേ. ശംഭു ഹിക്കാരി ശംഭു. ഞാൻ 10ാം ക്ലാസ് ഇങ്ങനെ ജയിച്ചേ. ഞാൻ ശംഭുവായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ ഇനി ഞാൻ വിളിക്കാൻ പോവാ. ഞാൻ കയറാൻ പോയാ. ഹിക്കാരി ഗോവിന്ദൻ ഇനിയൊന്നും നോക്കല്ലേ. ഞാൻ കയറാൻ പോട്ടോ. okay. Which wood cricket കളിച്ചല്ലോ. ആ ഉണ്ട് കളിച്ചിട്ടുണ്ടോ? ആ എന്തുകൊണ്ടാ കളിച്ചിരുന്നത്? ബാറ്റ് കൊണ്ട്. കാറ്റുകൊണ്ട് മണൽ വെച്ച് കളിച്ചുണ്ട്. ഇല്ല എന്തും പറയുമ്പോഴും ബാറ്റ് ബാറ്റ് ഈട്ടി വീട്ടിയാ. തേക്ക് അങ്ങനെയൊന്നുമില്ല. സാധാ അല്ലല്ല അങ്ങനെയുണ്ട്. നല്ല മറ്റേ മരം വെച്ചിട്ട് തേക്കൊന്നല്ല. വെയിറ്റ്ലെസ് വെയിറ്റിനും ഉണ്ട്. മറ്റേ പവറിനും കിട്ടാൻ വേണ്ടി ഒരു താടി മെയിൻലി യൂസ് ചെയ്യുന്നല്ലേ. കാണിച്ചോ. ഞാൻ ആദ്യം പറയും. Okay. നീ എന്തിനും അതാണ് question. ഏതാ question? Which wood is used to make cricket bat? എ വില്ലോ ഒരു ബ്രാൻഡാണ് ഇതിന്റെ. ബില്ലോയാ. വില്ലോന്റെ ബാറ്റ്സ് ഉണ്ട്. വില്ലോ അതേതാ ബാറ്റ്? അതേതാ ബാറ്റ്? അതേതാ ബാറ്റ്? വില്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. ബില്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ക്രിക്കറ്റ് ബാറ്റ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് വില്ലോ. ആണോ? ആ കണ്ടിട്ടില്ലേ?
നമ്മൾ കളിക്കാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വിലയാ. എപ്പോഴാണ് നീ കളിക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത്? ഒത്തിരി വർഷമായി. അത് 4 വർഷം 5 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ളൂ. ബ്രോ അതാ ഒത്തിരി വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷം. എനിക്ക് ഡൗട്ടാണ് ബില്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡ് A few minutes later. ബ്രോ ഞാൻ ദേ എവിടെ ഇത് തടിയുടെ പേരാ. ബില്ലോ ക്രിക്കറ്റ് ബാറ്റ് എന്നാണ് എന്റെ GM ക്രിക്കറ്റ് ബാറ്റ്. അത് ടീം ആംഗ്ലർ. ബില്ലോ എന്ന് പറഞ്ഞത് ഇനിയും കിടന്ന് ഉരുളല്ലേ കേട്ടാ. ബില്ലോ എന്ന് പറഞ്ഞ തടിയുടെ പേരാ കേട്ടാ. ബ്രോ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചുമ്മാ അങ്ങ് പറയുന്നുണ്ട്. അല്ല ആൻസർ എന്തിനാ ആയിക്കോട്ടെ. അതല്ല ഇയാള് പറഞ്ഞ അത് ബ്രാൻഡാണ് ബില്ലോ. ഓക്കെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു. നീ എന്തിനാ പറഞ്ഞേ? അപ്പൊ കളി കഴിഞ്ഞില്ലേ? കളി ഇവിടെ മറ്റേ ഗോകുവിന്റെ മറ്റേ ഇത് പറഞ്ഞ തീ പറഞ്ഞ വേണ്ട ഞാൻ ജയിച്ചോട്ടെ. കഷ്ടമുണ്ട്, ബുദ്ധിമാനാന്ന് നാട്ടുകാർ പറയട്ടെ. ഗോകുവിന്റെ തീ പറഞ്ഞ ഇങ്ങനെ ശ്രമിച്ച ബ്രോ ഞാൻ ഇതെല്ലാം ജയിക്കും. പിന്നെ ഞാൻ ജയിച്ചടാ. ഞാൻ പറഞ്ഞു ഇതൊക്കെ പ്യൂർ ലക്കാ. ബ്രോ ജയിച്ചു. പിന്നെന്തിനാ ബ്രോ ലക്കാണ് ഇതെന്നൊക്കെ പറയുന്നത്? പിന്നെ ബ്രോ എല്ലാം ഉത്തരം പറഞ്ഞത് അറിഞ്ഞോണ്ടാണല്ലോ. 9 വീണ്ടും 1 പോയിന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് -4, -8. അപ്പൊ ഏറ്റവും വലിയ മൊണ്ണെ അയാൾ തന്നെയാ പറഞ്ഞത്. ഏറ്റവും വലിയ മൊണ്ണനെ കണ്ടുപിടിക്കുന്ന ചലഞ്ചാണെന്ന് പറഞ്ഞത് ഇയാള്. ഓക്കെ -8. ഗോകു കംബാക്ക് ആയിരുന്നു. ഇതൊരു കംബാക്ക് ആയിരുന്നു. വിഷയം കംബാക്ക്. ഗോകു ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പിന്നെയും കാണും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കളികളാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഓർത്ത് ഇന്ന് എന്റെ മൊത്തം മണ്ടനായിട്ടുണ്ടാവില്ലല്ലേ? അല്ല ഞാൻ ഓർത്ത് ഇന്ന് ഫുള്ള് ഞാൻ മണ്ടനാന്ന് എല്ലാരും എഴുതി ഒട്ടിച്ചെന്ന്. പക്ഷെ ദൈവമുണ്ട്. താങ്ക് യു ഗോഡ്. നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.